ശ്രീമതി ദീപാനിൽ. അതായത് ഈ രണ്ട് ശിവസേനകൾ തമ്മിലുള്ള പോരാട്ടം, രണ്ട് NCPകൾ തമ്മിലുള്ള പോരാട്ടം, രണ്ടു പക്ഷവും വിജയിച്ചിരിക്കുന്നത് BJPക്കൊപ്പം നിന്നവരാണ്. അതിനർത്ഥം മറുപക്ഷത്ത് ഇനിയും ഉണ്ടാകാൻ പോകുന്ന സ്വാരസ്യങ്ങൾ, ഒരുപക്ഷെ പിളർപ്പ് പോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? യഥാർത്ഥ ശിവസേന ഞങ്ങളാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നു ഷിൻഡെ പക്ഷം. അതുണ്ടാക്കുന്ന വെല്ലുവിളി. ശരത് പവാർ എന്ന അതികായൻ പ്രായാധിക്യം കൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പോലും ആഗ്രഹിക്കുന്ന ഘട്ടമാണിത്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ അഭാവം വരുത്തിവെക്കാവുന്ന വിന. അങ്ങനെ വലിയൊരു പ്രതിസന്ധി അവിടെ കോൺഗ്രസ് നേരിടാൻ പോവുകയാണ്. ഉദ്ധവിൻ്റെ തലയിൽ, ശരത് പവാറിൻ്റെ തലയിൽ മാത്രം കെട്ടിവെക്കാവുന്നതല്ലല്ലോ ആ പരാജയം. 102 മത്സരിച്ച കോൺഗ്രസ് 19 ചുരുങ്ങിപ്പോകുമ്പോൾ ഇനിയൊരു പുനർവിചിന്തനത്തിന് തയ്യാറാകില്ലെന്ന് എന്താണ് ഉറപ്പ്? ശിവസേന ഉദ്ധവ് വിഭാഗവും ശരത് പവാർ NCP ശരത് പവാർ വിഭാഗവും. അതൊക്കെ ഇനി ഭാവിയിലേക്കുള്ള കാര്യങ്ങളല്ലേ. ആരൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കൊണ്ട് മാത്രം ഒരു മുന്നണിയെയോ ഒരു സഖ്യത്തെയോ അങ്ങനെ തേച്ചു മായ്ച്ച് കളയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്ന മഹാവികാസ് അഘാടി സഖ്യത്തിനുണ്ടായിരിക്കുന്ന ആ ഒരു പരാജയം, അത് തീർച്ചയായിട്ടും അത് പഠിച്ചുകൊണ്ട് AICC നേതൃത്വമാണ് അത് പഠിക്കുക. അത് പഠിച്ച് അവർ അതിന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും തിരിച്ച് എങ്ങനെ മഹാരാഷ്ട്രയുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു പരാജയമൊന്നും ഒരിക്കലും ഒരു സഖ്യത്തെ നശിപ്പിക്കുമെന്ന് എന്നുള്ളതൊക്കെ വെറുതെ മലർപ്പൊടിക്കാരുടെ സ്വപ്നം മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ജാർഖണ്ഡിലെ കാര്യം ഇത്രയും പ്രാധാന്യത്തോടു കൂടി പറയുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും നിങ്ങൾ BJP സർക്കാർ എത്രമാത്രം ക്രൂരതയോടുകൂടിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി, പിന്നെ ഭരണത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ, ഹേമന്ത് സോറൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ JMM പാർട്ടിയാണ് അവിടെ ഭരണത്തിലിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമാണ് ജാർഖണ്ഡിലുള്ളതെന്നും BJPയുടെ സ്വീപ്പിംഗ് ഇലക്ഷൻ ആയിരിക്കും ഇതെന്നും പറഞ്ഞുകൊണ്ടാണ് ജാർഖണ്ഡിൽ ഇന്നലെ വരെയും നിങ്ങളുടെ ചാനലുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് റിസൾട്ട് വരുമ്പോൾ എന്താണ്? അപ്പോൾ അവിടെ എന്ത് ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായിട്ടുള്ളത്? അവിടെ ഹേമന്ത് സോറൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കുള്ള, അദ്ദേഹത്തോടുള്ള, ആ രാഷ്ട്രീയ നേതാവിനോടുള്ള അനുകൂലത അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള സപ്പോർട്ടാണല്ലോ അവിടുത്തെ ജനങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇത്രയധികം രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ, സുസ്ഥിരമായ ഒരു ഗവൺമെന്റിനെ തള്ളിയിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ചമ്പൈ സോറിനെ പോലെയുള്ള അതിനുള്ളിൽ കടന്നുകൊണ്ട് ആ ഒരു പാർട്ടിക്കുള്ളിൽ അർദ്ധചിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ നശിപ്പിച്ചുകൊണ്ട് അവിടെ ഭരണം പിടിക്കാനുള്ള BJPയുടെ കുടിലമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ജാർഖണ്ഡിലെ പ്രബുദ്ധരായ ജനത തൂത്തെറിഞ്ഞു കളഞ്ഞത്, തകർത്തെറിഞ്ഞത്. അതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മഹാരാഷ്ട്രയിൽ സംഭവിച്ചതിനെ മാത്രം നമ്മൾക്കിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ജാർഖണ്ഡിൽ JMM സഖ്യം അധികാരത്തിലേക്കെന്ന് വ്യക്തമായി ഞങ്ങൾ പറയുന്നുണ്ട്. ഒരു കള്ളക്കണക്കും പറഞ്ഞിട്ടില്ല. അവിടെ BJP അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടില്ല. 22 സീറ്റിൽ മാത്രമേ ഇവിടെ BJP സഖ്യം വന്നിട്ടുള്ളൂ. 58 ജാർഖണ്ഡിൽ JMM സഖ്യം, കോൺഗ്രസ് JMM സഖ്യം പറഞ്ഞിട്ടില്ല. ഇന്നലെ വരെ പറഞ്ഞത് ജാർഖണ്ഡിൽ ഭരണ ആന്റി ഇൻകംബൻസി അതിന്റെ മൂർധന്യ അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങൾ പറയുന്ന കാര്യമാണ്. നിങ്ങളിപ്പോ ഹൈപ്പ് കൊടുക്കുന്നത് മഹാരാഷ്ട്രയിലെ എന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യം അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഫലത്തെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ജാർഖണ്ഡിലെ കാര്യത്തെ അംഗീകരിക്കാൻ കഴിയാത്തത്? BJPക്ക് അല്പം മുമ്പ് ഡോക്ടർ മോഹൻ വർഗീസിനോട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. മഹാരാഷ്ട്ര അത്ര ചെറിയൊരു സംസ്ഥാനമാണോ? രാഷ്ട്രീയപരമായി ഒരുപക്ഷെ UP കഴിഞ്ഞാൽ ഏറ്റവും അവിടെ പരാജയത്തിനുള്ള പല കാരണങ്ങൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഞങ്ങളുടെ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതായിരുന്നു. ദൗർഭാഗ്യവശാൽ ഞങ്ങൾക്ക് കേരളത്തിലെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. UDFന് രമ്യ ഹരിദാസിന് എന്താണ് പറ്റിയത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു, വീണ്ടും നിയമസഭയിലേക്ക് കൊണ്ട് മത്സരിപ്പിക്കുന്നു, അമ്പേ പരാജയപ്പെടുന്നു. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറഞ്ഞ അതേ സ്ഥലത്ത് ഒരു തവണ പോലും ലീഡ് ചെയ്യാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞില്ലല്ലോ. എന്താണ് സംഭവിച്ചത്? ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായത് കൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം 39,000 ചില്ലുവാന 40,000-അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന അവിടെ ഇപ്പോൾ എത്രയാണ്? അദ്ദേഹത്തിന് 12,000, 13,000-നകത്താണ് ഭൂരിപക്ഷമുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം, അവിടെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ഒരു മണ്ഡലമാണ്, ഒരു പ്രദേശമാണ് ചേലക്കര
ചേലക്കര എന്ന് പറയുന്നത്, അവിടെ ഞങ്ങൾ നല്ല കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ BJPയുടെ വോട്ടുകൾ, BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ എത്രയാണെന്നും ആ വോട്ടുകൾ എങ്ങനെ കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ട് ശതമാനം വർദ്ധിച്ചു, വോട്ട് നില കൂടി. കോൺഗ്രസിന് വോട്ട് നില കൂടിയില്ലെന്നാണോ? കഴിഞ്ഞ പ്രാവശ്യം ശ്രീ കെ രാധാകൃഷ്ണന് കിട്ടിയ വോട്ടുകൾ 39,000 ചില്ലുവാനം വോട്ടുകൾ. അതില് ഇപ്പൊ അതിൽ വന്നേക്കുന്ന ആ ഒരു നെഗറ്റീവ് വോട്ട് അതെവിടെ പോയതാണ്? അതെവിടെ പോയി? അത് CPM പറയട്ടെ, അത് ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. CPM നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5000-ഓളം വോട്ടിന്റെ ലീഡ് മാത്രമാണ് ആലത്തൂരിൽ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ ഒരു ഭാഗമായിരുന്ന ചേലക്കരയിൽ 5000 വോട്ടിന്റെ ലീഡ് മാത്രമാണ് LDFന്റെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന് നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ 12,000 കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രവും രണ്ടും വ്യത്യസ്തമാണ്. ഒരു മന്ത്രിയായിരുന്ന ഒരു ഇടതുപക്ഷ നേതാവ്, മന്ത്രിയായിരുന്ന ഒരാൾ അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റേണ്ടെന്ന് ഒരുപക്ഷെ അവിടുത്തെ ഇടതുപക്ഷക്കാർക്ക് തോന്നി വോട്ട് മാറ്റി കുത്തിയിട്ടുണ്ടാവാം, അതെനിക്കറിയില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഞങ്ങൾ കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ രാധാകൃഷ്ണന് കിട്ടിയ വോട്ട് എത്രയാണ്, ഇപ്പോൾ ശ്രീ യു പ്രദീപിന് കിട്ടിയ വോട്ട് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അവിടെ നോക്കുമ്പോൾ വലിയ ഒരു മാർജിൻ വോട്ട് കുറച്ചു കൊണ്ടുവരാനായിട്ട് UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ട്. UDFന്റെ ചിട്ടയായ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണത്. വോട്ട് കുറഞ്ഞു വന്നത്, വിജയ ശതമാനം കുറഞ്ഞു വന്നത്. ശരി.